വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലെയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ ഒക്കെ പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മെത്രാന്മാരോട് മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രസംഗം, അവരുടെ ദൗത്യം, അവരുടെ വിളിയുടെ സവിശേഷതകളുടെ ഏതാനും കാര്യങ്ങൾ മാർപ്പാപ്പ അവതരിപ്പിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് ഞാൻ മറ്റൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. മാർപ്പാപ്പ കിഴക്കൻ സഭകളെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ. നമുക്കറിയാം, പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും എന്ന് രണ്ടായി തിരിക്കപ്പെട്ടിട്ടുണ്ട് 10-ാം നൂറ്റാണ്ടിന് ശേഷം, നമുക്കറിയാവുന്നതാണ്. അതേസമയം ഈ പൗരസ്ത്യ ദേശങ്ങൾ, സഭ ആരംഭിച്ച വളർന്ന ആദ്യകാലങ്ങൾ, അതെല്ലാം ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. യുദ്ധങ്ങളാൽ വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് മാർപ്പാപ്പയുടെ ആ സന്ദേശത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് യുദ്ധത്താൽ തകർക്കപ്പെട്ട പൗരസ്ത്യ ക്രൈസ്തവ ദേശം എന്ന് ഉള്ള ഒരർത്ഥത്തിലാണ് മാർപ്പാപ്പ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ പ്രസംഗം അദ്ദേഹം പറഞ്ഞത് കിഴക്കൻ സഭകൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായ ഏജൻസികൾ, വിഷമിക്കുന്നവരെ സഹായിക്കുന്ന ഏജൻസികളുണ്ട്, അവരുടെ ഒരു സമ്മേളനത്തിലാണ്, അതിൽ നിന്നുള്ള പ്രതിനിധികളുടെ സമ്മേളനത്തിലാണ് മാർപ്പാപ്പ ഈ കാര്യം പറഞ്ഞത്, ഈ പ്രസംഗം പറഞ്ഞത്. നമുക്കും അത് ഉണ്ടാകേണ്ട ഒരു ചൈതന്യം തരുന്ന ഒരു പ്രസംഗമാണ്. നമ്മളൊക്കെ ഇവിടെ പൗരസ്ത്യ സഭകളിൽപ്പെട്ടവരാണ്, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ആ പ്രസംഗം, അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മാർപ്പാപ്പ ഹൃദയംഗമമായി സ്വാഗതം ചെയ്തു. ആദ്യമേ ചെയ്തത് അതാണ്. തുടർന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിച്ചു. ആനന്ദപൂർവം നൽകുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഇവർ സഹായിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിലെ വചനം, കൊറിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 7-ാം തിരുവചനമാണിത്. ആനന്ദപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇവർ സഹായിക്കുന്നവരാണല്ലോ. മറ്റുള്ളവരിൽ നിന്നൊക്കെ പണമൊക്കെ പിരിച്ച്, സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച്, ഈ രാജ്യങ്ങളിൽ, ഈ ദേശങ്ങളിൽ യുദ്ധം നടക്കുന്നിടത്ത്, ക്രൈസ്തവർ വിഷമിക്കുന്നിടത്ത് ഒക്കെ അവരെ സഹായിക്കാനായിട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വചനം പറഞ്ഞത്. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗരസ്ത്യ സഭകളെ പിന്തുണയ്ക്കുന്നത് പ്രഥമമായ ഒരു കടമയല്ല, മാർപ്പാപ്പ മറിച്ച് സുവിശേഷത്തിൻ്റെ പേരിൽ നടപ്പിലാക്കുന്ന ഒരു ദൗത്യമാണ്. അങ്ങനെ അതിനെ കാണണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ദരിദ്രരെക്കുറിച്ച് മാർപ്പാപ്പ എഴുതിയ ആദ്യത്തെ അപ്പസ്തോലിക ലേഖനം നമുക്കറിയാമല്ലോ. ആദ്യത്തേത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ ചാക്രിയ ലേഖനം ദരിദ്രരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ദരിദ്രർ സുവിശേഷത്തിൻ്റെ ഹൃദയമാണെന്ന് മാർപ്പാപ്പ സമർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രേഖയാണ്. ഞാനത് എഴുതപ്പെട്ട കഴിഞ്ഞ ഒക്ടോബറിലാണ് എഴുതിയ അവസരത്തിൽ അതിൻ്റെ ഒരു സമ്മറി നമ്മൾ അവതരിപ്പിച്ചതാണ് എന്നത് ഓർക്കുന്നു. അപ്പോൾ ഇവിടെയും പറയുകയാണ്, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളെ സഹായിക്കുന്നത് നിങ്ങളെ പ്രഥമമായ ഒരു കടമയാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് മാത്രമല്ല, സുവിശേഷത്തിൻ്റെ പേരിൽ നടപ്പിലാക്കുന്ന ഒരു മഹാദൗത്യമാണ്. അതാണ് വിശ്വാസ സംബന്ധമായുള്ള അതിൻ്റെ പ്രാധാന്യം. അത് വചനം സൂചിപ്പിക്കും പോലെ ഒരു ആനന്ദത്തിൻ്റെ പ്രഘോഷണമാണ്, സന്തോഷത്തിൻ്റെ. മറ്റെല്ലാറ്റിനും ഉപരിയായി ഔദാര്യത്തിൻ്റെ കാര്യത്തിൽ പരാജയപ്പെടാൻ അനുവദിക്കാത്ത ദൈവത്തിൻ്റെ ഹൃദയത്തെ അത് സന്തോഷിപ്പിക്കുന്നു. അതാണ് കാര്യം. ഔദാര്യത്തിൻ്റെ കാര്യത്തിൽ ദൈവമാണ് ഏറ്റവും വലിയ ഔദാര്യവാനായി നിൽക്കുന്നത്. അവിടുത്തെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് അവരെ ഓർമ്മിപ്പിച്ചു.
മുമ്പെങ്ങുമില്ലാത്ത വിധം ഇന്ന് യുദ്ധങ്ങളാൽ നശിപ്പിക്കപ്പെടുകയും പ്രത്യേക താൽപ്പര്യങ്ങളാൽ കൊള്ളയടിക്കപ്പെടുകയും ചെയ്ത കിഴക്കൻ ക്രൈസ്തവ ദേശങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉപകാരികളോടൊപ്പം പ്രത്യാശയുടെ വിത്താണ് വിതയ്ക്കുന്നത് എന്നും അതിന് ഞാൻ നന്ദി പറയുന്നുവെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ പ്രസംഗത്തിൽ ശ്വസിക്കാനാവാത്ത വിധം അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കിയിരിക്കുന്ന അന്തരീക്ഷം എല്ലാം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും യുദ്ധങ്ങളും പുകയും അതിൻ്റെ എല്ലാം ഇതുകൊണ്ട്. അപ്പോൾ അതാണ് ഒരവസ്ഥ. വിദ്വേഷ മേഘങ്ങളാൽ മൂടപ്പെട്ട പ്രദേശങ്ങളാണത്. എല്ലായിടത്തും വിദ്വേഷം, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത. അങ്ങനെയുള്ളൊരു ദേശമാണ് കിഴക്കൻ പ്രദേശങ്ങൾ. മാർപ്പാപ്പ പറയുകയാണ്, കാലങ്ങളായി സംഘർഷങ്ങളാൽ തരിപ്പണമായ പൗരസ്ത്യ ദേശത്തെ സഭകൾക്ക് നിങ്ങൾ ഓക്സിജൻ ശ്വസിക്കാൻ നൽകുന്നു എന്നാണ്. നിങ്ങളുടെ ചെറിയ സഹായം അവർക്ക് ജീവിക്കാനിടയാകുന്നു. ഓക്സിജൻ അവർക്ക് ലഭിക്കുകയാണ്. വസ്തുപരമായി ദരിദ്രരെങ്കിലും മാർപ്പാപ്പ പറയുകയാണ്, അവർ സാമ്പത്തികമായി ദരിദ്രരാണെങ്കിലും വിശ്വാസത്തിൽ സമ്പന്നരായ അനേകം ആളുകൾക്ക് വിദ്വേഷത്തിൻ്റെ ഇരുണ്ട നിഴലുകൾക്കിടയിൽ തിളങ്ങുന്ന പ്രകാശമാണ് കിഴക്കൻ പ്രദേശത്തുള്ളവർ. അവർക്ക് പ്രകാശം നൽകുന്നവരാണ് നിങ്ങൾ സഹായിക്കുന്ന ആളുകളും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വിശ്വാസത്തിൽ സമ്പന്നരായ അനേകം ആളുകൾക്ക് ഈ വലിയ വിദ്വേഷത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും സമയത്ത് നിങ്ങളെന്താ ചെയ്യുന്നത്? തിളങ്ങുന്ന പ്രകാശമായി വർത്തിക്കുന്നവരാണ് നിങ്ങൾ എന്ന് മാർപ്പാപ്പ അവരെ പറ്റി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ സംഘടനകളുടെ കൂട്ടായ്മ റോക്കോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏറെ മൂല്യമുള്ള അത്യധികം പീഡിതരായി സഭകളെ സഹായിക്കാൻ സാധ്യമായതെല്ലാം തുടരണമെന്ന് മാർപ്പാപ്പ അവരോട് പൂർണ്ണ ഹൃദയത്തോടെ ആഹ്വാനം ചെയ്തു. പൗരസ്ത്യ കത്തോലിക്ക സഭകളുടെ ചരിത്രം പലപ്പോഴും മാർപ്പാപ്പ പറയുകയാണ്, പൗരസ്ത്യ സഭകളെ പറ്റിയാണ് പറയുന്നത്, കഷ്ടപ്പാടുകളും അക്രമങ്ങളും കൊണ്ട് പൂരിതമായ സ്ഥലങ്ങളാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, കത്തോലിക്ക സമൂഹത്തിനുള്ളിൽ തന്നെ അടിച്ചമർത്തലിൻ്റെയും തെറ്റിദ്ധാരണയുടെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കത്തോലിക്കർ തന്നെ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, യൂറോപ്പിൽ നിന്നൊക്കെ വന്ന മിഷണറിമാർ പല രാജ്യങ്ങളും കീഴടക്കിയപ്പോൾ അവിടുത്തെ സഭകളെ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ പോർട്ടുഗീസുകാരൊക്കെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങളെയൊക്കെ ഒത്തിരി നഷ്ടപ്പെടുത്തിയ ചരിത്രം നമുക്കുണ്ടല്ലോ. എല്ലായിടത്തും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവർ കുടിയേറിയപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കിഴക്കൻ പ്രദേശങ്ങളിലും ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ, കത്തോലിക്കരിൽ നിന്ന് തന്നെ കത്തോലിക്കർക്ക് അല്ലെ ക്രിസ്ത്യാനികൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. അവ ചിലപ്പോൾ പാശ്ചാത്യമല്ലാത്ത പാരമ്പര്യങ്ങളെ അംഗീകരിക്കുന്നതിലും വിലമതിക്കുന്നതിലും പരാജയം ഉളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്, തെറ്റിദ്ധാരണ കൊണ്ടാണ്. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, തെറ്റിദ്ധാരണ. എന്നിട്ടും ഇന്ന് മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത വിധം പൈശാചിക തീവ്രതയോടെ കിഴക്കൻ ക്രൈസ്തവ ദേശത്ത് അക്രമാസക്തമായ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവിടുത്തെ യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണിത് പറയുന്നത്, മതവിദ്വേഷത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ്. വിശുദ്ധ നാട്ടിൽ നിന്ന് യാത്ര ചെയ്യാൻ കഴിയാത്തവരുടെ അസാന്നിധ്യം ഈ വാർഷിക യോഗത്തെ തന്നെ ബാധിച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാം, ഇസ്രയേൽ ഗാസ പാലസ്തീൻ യുദ്ധം നടന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ നിന്ന് ആളുകൾക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അവരുടെ അസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് മാർപ്പാപ്പ പറയുകയായിരുന്നു. നിങ്ങളുടെ വാർഷിക യോഗത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്, അവർക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട്. ഉക്രൈനെക്കുറിച്ചും ഗാസയിലും മധ്യകിഴക്കുമുള്ള ദാരുണമായ മനുഷ്യത്വരഹിത അവസ്ഥയെക്കുറിച്ചും യുദ്ധവ്യാപനത്തിൻ്റെ വിനാശത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഈ പീഡനങ്ങളെല്ലാം ലോകത്ത് നടക്കുമ്പോൾ മാർപ്പാപ്പ എന്തുമാത്രം പ്രസംഗങ്ങളാണ്, ആഹ്വാനങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം കൊണ്ട് നാം ഒന്നും നേടുന്നില്ല.
നഷ്ടപ്പെടലുകളേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പൈശാചികമാണ് യുദ്ധം, മാനുഷികമല്ല, മനുഷ്യത്വത്തിന് ചേർന്നതല്ല എന്നീ പ്രയോഗങ്ങൾ മാർപ്പാപ്പ ആവർത്തിച്ച് ഈ നാളുകളിൽ, കഴിഞ്ഞ കൊല്ലങ്ങളിൽ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ സംഘർഷങ്ങളുടെ കാരണങ്ങൾ പരിശോധിക്കാനും യഥാർത്ഥമായവ തിരിച്ചറിയാനും അവ പരിഹരിക്കാൻ ശ്രമിക്കാനും വേണ്ടി മാനുഷിക പുണ്യത്തിൻ്റെ പേരിൽ നാം എല്ലാവരും വിളിക്കപ്പെടുന്നു. മാനുഷികതയുടെ പേരിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശം. എന്നാൽ വൈകാരിക കൗശലത്തിൻ്റെയും ജൽപ്പനങ്ങളുടെയും ഫലമായ വ്യാജങ്ങളെ തള്ളിക്കളയുകയും അവ വെളിച്ചത്ത് കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും വേണമെന്നും മാർപ്പാപ്പ പറയുന്നു. വ്യാജ വാർത്തകൾ കാരണം മനുഷ്യർ മരിക്കരുത്. ഇന്ന് ലോകത്തെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, യുദ്ധത്തെപ്പറ്റിയൊക്കെയുള്ളതും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും. അത് വീണ്ടും മരണത്തിന് ഇടയാകുന്നു എന്നതാണ്. ഇന്നത്തെ നിരവധി സാഹചര്യങ്ങളിൽ കയ്യൂക്കാണ് കാര്യമെന്ന തത്വം അങ്ങേയറ്റം കാണപ്പെടുന്നത് അസഖ്യമാണ് എന്ന് മാർപ്പാപ്പ പറയുക. ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ കൃത്യതയോടെയാണ്, കഠിനമാണ്. സ്വാർത്ഥ താല്പര്യങ്ങളെ നീതീകരിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓരോ കാര്യം പറയുന്നുണ്ടെങ്കിലും സ്വാർത്ഥതയാണ് മുന്നിൽ നിൽക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക നിയമങ്ങളും ഇനിമേൽ ബാധകമല്ലെന്നും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കുന്നതിന് അവകാശമുണ്ടെന്നും കാണുന്നത് അസ്വസ്ഥജനകമാണ് എന്നും മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. ഇത് മാനവരാശിക്ക് ചേർന്നതല്ല, മനുഷ്യനും രാഷ്ട്ര നേതാക്കൾക്കും ലജ്ജാകരമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന് ശേഷവും യുദ്ധം സമാധാനം കൊണ്ടുവരുമെന്നും അത് ചെയ്യുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകുകയില്ലെന്നും ആർക്കാണ് വിശ്വസിക്കാനാവുക? യുദ്ധം കൊണ്ട് നെഗറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം നേട്ടമുണ്ടാക്കുമെന്ന് ഇന്നും പറഞ്ഞാൽ അത് മണ്ടത്തരമല്ലേ എന്നാണ് ചോദ്യം. അത് സത്യമാണോ എന്നുമാണ് ചോദ്യം. വിശ്വസിക്കുന്നത് പൊതു നന്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ആഗോള കാഴ്ചപ്പാടും സഹകരണവുമില്ലാതെ ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാനാകും? അതാണ് മാർപ്പാപ്പ പറയുന്നത്. പൊതു നന്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ആഗോള കാഴ്ചപ്പാടും, അതൊരു ആഗോള കാഴ്ചപ്പാട് വേണം, സഹകരണവുമില്ലാതെ എങ്ങനെ ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നതാണ് ചോദ്യം. യുദ്ധം ചെയ്യുന്ന ആളുകളുടെ താല്പര്യം മാത്രമല്ലേ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധങ്ങളെല്ലാം മനുഷ്യൻ്റെ സമാധാനത്തിനുള്ള ആഗ്രഹത്തെ തകർക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ. മരണവ്യാപാരികളുടെ പോക്കറ്റുകളിലേക്കാണ് പണം പോകുന്നതെന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. യുദ്ധങ്ങളുടെ നേട്ടം അവർക്ക് മാത്രമാണ്. യുദ്ധോപകരണങ്ങൾ വിൽക്കുന്ന മരണവ്യാപാരികൾക്ക് മാത്രം. പുതിയ ആശുപത്രികളും സ്കൂളുകളും കെട്ടിപ്പൊക്കാനുള്ള പണം ഇപ്പോൾ ഉപയോഗിക്കുന്നത് നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നും മാർപ്പാപ്പ പറയും. യുദ്ധത്തെപ്പറ്റിയുള്ള മാർപ്പാപ്പയുടെ ഒരു കാഴ്ചപ്പാട് വളരെ വ്യക്തമായും ശക്തമായും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് കിഴക്കൻ പ്രദേശത്താണല്ലോ. ഇപ്പോൾ നടക്കുന്ന ഇറാനിലാണെങ്കിലും ഉക്രൈനിലാണെങ്കിലും നമുക്കറിയാം, സിറിയ അതുപോലുള്ള പ്രദേശങ്ങൾ ഒക്കെ എത്ര കാലമായി യുദ്ധത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ സ്വയം ചോദിക്കുന്നു, മാർപ്പാപ്പ പറയുകയാണ്, ക്രൈസ്തവർ എന്ന നിലയിലും സമാധാന പാലകരും സംഭാഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരെന്ന നിലയിലും പ്രകോപിതരാകാനും തുറന്നു പറയാനും കൈ ചുരുട്ടാനും അല്ലാതെ നമുക്കെന്താണ് ചെയ്യാനാവുക? എന്ത് ചെയ്യാൻ പറ്റുമെന്നതാണ് ചിന്തിക്കേണ്ടത്. ഒച്ചയുണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പ്രഥമവും പ്രധാനവുമായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും ആവശ്യം. നാം കാണുന്ന ഓരോ ദാരുണ വാർത്തയും ഓരോ വാർത്താ റീലും ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥ നിലവിളി ഉയർത്തേണ്ടത് ആണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ സമാധാനത്തിനായി കരങ്ങൾ ഉയർത്തുകയാണ് നമുക്ക് ചെയ്യാവുന്ന വലിയ കാര്യം. ഈ തിന്മയെ എടുത്തു പറഞ്ഞുകൊണ്ട് മാത്രമായില്ല എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് പോലെ, പിന്നെ ഇവരോട് പറയാം,
റോക്കോയിലെ ആളുകളോട്, സഹായം ചെയ്യുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങളിലൂടെ മറ്റനേകം പേർക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ, നിങ്ങൾ ചെയ്യുന്ന പോലെ മറ്റുള്ളവരും ചെയ്യട്ടെ, തുടർന്ന് സഹായം എത്തിക്കേണ്ടതും നമ്മളാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. യുദ്ധത്തിൻ്റെ അവസാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയുടെ ഫലമുണ്ടാകും. 2, പറ്റുന്ന സഹായം നമുക്ക് യുദ്ധത്തിൽ വിഷമിക്കുന്നവർക്ക് കൊടുക്കണം. എന്നാൽ ഇതിലും ഏറെയുണ്ട്. ഇത് മാത്രം പോരാ, ഇതിലും കൂടുതൽ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും പൗരസ്ത്യ ക്രൈസ്തവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. യുദ്ധത്തെപ്പറ്റി പൊതുവിലുള്ളൊരു ചിത്രം പറഞ്ഞ് ക്രൈസ്തവരിലേക്ക് വരികയാണ്. അവിടെ സാക്ഷ്യമുണ്ട്. അധികാരത്തിൻ്റെ പിടിയിൽ ചെന്നൊടുങ്ങാൻ നിന്നുകൊടുക്കാതെ ഈശോയോട് വിശ്വസ്തരായി തുടരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കുരിശിൽ കാണിച്ച സ്നേഹത്താൽ തിന്മയെ കീഴടക്കിയ ക്രിസ്തുവിനെ അനുകരിക്കാനും ഹെറോദേസിൻ്റെയും പീലാത്തോസിൻ്റെയും വാഴ്ചയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു വഴി കാണിക്കാനുമാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഹെറോദേസ് അധികാരം പോകുമെന്ന ഭയത്താൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയും കുഞ്ഞുങ്ങൾ ഇന്നും ബോംബുകളാൽ പിച്ചി ചീന്തപ്പെടുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. പീലാത്തോസ് തൻ്റെ കരങ്ങൾ കഴുകി മടങ്ങി വരാനാവാത്ത വിധമുള്ള അപകടത്തിൽ ചെന്നെത്തും. അവിടെ എത്തും വരെ നാമും ഇത് നിത്യവും ചെയ്യുന്നു. കൈ കഴുകി നമ്മൾ മാറുകയാണ് എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്. ചരിത്രത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്താൻ നമ്മെ വിളിക്കുന്ന ഈശോയെ നമുക്ക് നോക്കാം. ഈശോയെ നോക്കണം. അവൻ്റെ മഹത്വമുള്ള കുരിശിലെ സൗമ്യമായ ഊർജം, ക്ഷമയുടെ ശക്തിയും അഴിമതിയുടെ കടലിൽ സത്യസന്ധനായിരിക്കാനുമുള്ള ദൃഢതയും പുതിയ തുടക്കത്തിൻ്റെ പ്രത്യാശയും പ്രസരിപ്പിക്കുന്നുണ്ട്. കുരിശിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ ഊർജം അതാണ് എന്ന് പറയുകയാണ്. അതാണ് നമുക്കിന്ന് ലഭിക്കേണ്ടത്. ലോകത്തിൽ യുദ്ധം അവസാനിപ്പിക്കപ്പെടുന്നതിന് ക്രൈസ്തവരെന്ന നിലയിൽ എന്താണ്? യേശുവിനെ നമുക്ക് നോക്കാം. അവൻ്റെ മഹത്വമുള്ള കുരിശിലെ സൗമ്യമായ ഊർജം, ക്ഷമയുടെ ശക്തിയും അഴിമതിയുടെ കടലിൽ സത്യസന്ധനായിരിക്കാനുമുള്ള ദൃഢതയും പുതിയ തുടക്കത്തിൻ്റെ ഒരു പ്രത്യാശയും നമുക്ക് നൽകും. വിദ്വേഷത്തിൽ നിന്ന് ഹൃദയങ്ങളെ മോചിപ്പിച്ച ക്രിസ്തുവിനെ നമുക്ക് പിന്തുടരാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വിഭജനത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും മനോഭാവത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്ന് നമ്മുടെ മാതൃക കൊണ്ട് നമുക്ക് ലോകത്തിന് കാട്ടിക്കൊടുക്കാം എന്നും മാർപ്പാപ്പ പറയുന്നു. തിന്മയോടെ നന്മ കൊണ്ട് പ്രതികരിക്കുന്ന, അതാണ് അവർ ചെയ്തു. പൗരസ്ത്യ ക്രൈസ്തവരോട് നന്ദി പറയാനും അവരെ ആത്മീയമായി ആലിംഗനം ചെയ്യാനും മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടെ പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നൽകുന്ന സാക്ഷ്യത്തിന് നന്ദി മാർപ്പാപ്പ പൗരസ്ത്യ ദേശത്തിലെ വിഷമിക്കുന്ന ക്രൈസ്തവരോട് പറയുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും സാക്ഷികളുമായി നിങ്ങളുടെ ദേശങ്ങളിൽ തന്നെ തുടരുന്നതിനാണ് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നത്. പിന്നീട് മാർപ്പാപ്പ റോക്കോയുടെ പ്രിയ സ്നേഹിതരെക്കുറിച്ച്, അവരെ സഹായം എത്തിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ജോലിയിൽ യുദ്ധവും ഭീകരവാദവും ഉണ്ടാക്കുന്ന കടുത്ത യാതനകൾ നിങ്ങളുടെ ജോലിയിലൂടെ നിങ്ങൾ കാണുന്നു, നിങ്ങൾ ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടാണല്ലോ നിങ്ങൾ അവരെ സഹായിക്കാൻ എത്തുന്നത്. ഈ അടുത്ത ദിവസം ദമാസ്കസിലെ വിശുദ്ധ ഏലിയാസ് ദേവാലയത്തിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. യുദ്ധം നടക്കുന്ന ദേവാലയങ്ങൾ പോലും തകർക്കപ്പെടുന്നു. എന്നാൽ മരുഭൂമിയിൽ സുവിശേഷത്തിൻ്റെ വിത്തുകൾ വേര് പിടിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. വിശ്വാസത്തോടെ ജീവിക്കുന്നവരുണ്ട് എന്ന് പറയുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അയൽക്കാരെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് സഹിഷ്ണുത പുലർത്തുന്ന ദൈവജനത്തെ നിങ്ങൾ അവിടെ കണ്ടുമുട്ടുന്നില്ലേ എന്ന് മാർപ്പാപ്പ ഈ അംഗങ്ങളോട് ചോദിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ അശ്രാന്തം പരിശ്രമിക്കുന്ന ദൈവജനത്തെ നിങ്ങൾ കാണുന്നുണ്ട്. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അയൽക്കാരെ സ്നേഹിച്ചുകൊണ്ടും സഹിഷ്ണുതയോടെ ജീവിക്കുന്നു. നിങ്ങൾ പൗരസ്ത്യ പാരമ്പര്യങ്ങളുടെ കൃപയും സൗന്ദര്യവും നേരിട്ട് അനുഭവിക്കുന്നു. അവരോട് പറയുകയാണ്, പൗരസ്ത്യ സഭകളുടെ
പ്രത്യേകിച്ച് കൃപയും സൗന്ദര്യവും, ദൈവത്തെ സമയത്തും സ്ഥലത്തും ഉൾക്കൊള്ളുന്ന ആരാധനാക്രമങ്ങൾ പൗരസ്ത്യദേശത്തിലെ പ്രത്യേകതകളാണ്. ആരാധനാക്രമങ്ങൾ, സ്തുതിയും മഹത്വവും രഹസ്യവും നിറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗീതങ്ങൾ, പൗരസ്ത്യ സഭകളിലെ ഗീതങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടവയാണ്, മനോഹരമാണ്. ഇവയെല്ലാം മനുഷ്യരാശിക്ക് വേണ്ടി പൗരസ്ത്യ ക്രൈസ്തവരിൽ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും തലത്തിലേക്ക് ഉയരുന്ന, മിക്കപ്പോഴും പേരില്ലാത്ത സ്ത്രീ പുരുഷന്മാരാണ് നിങ്ങളവിടെ കണ്ടുമുട്ടുന്നത്. വിശുദ്ധരായ ആളുകളാണ് പീഡനങ്ങൾ സഹിക്കുന്ന ഇവർ. അവരെ നിങ്ങൾ കണ്ടുമുട്ടുന്നില്ലേ എന്നാണ് മാർപ്പാപ്പ റോക്കോയുടെ ഈ സഹായ കൂട്ടായ്മയോട് ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത്. സംഘർഷത്തിൻ്റെ ഇരുണ്ട രാത്രിയിൽ കിഴക്കിൻ്റെ പ്രകാശത്തിന് നിങ്ങൾ സാക്ഷികളാണ്. അപ്പോൾ നിങ്ങൾക്കതിനൊരു അവസരം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അവരെ സഹായിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും രക്ഷയുടെയും വെളിച്ചം, പ്രത്യേകം ശ്രദ്ധിക്കണം, പൗരസ്ത്യ സഭയെ പറ്റിയുള്ള മാർപ്പാപ്പയുടെ മനോഹരമായ ചിന്തയാണ്. ജ്ഞാനത്തിൻ്റെയും രക്ഷയുടെയും വെളിച്ചം കത്തോലിക്കാ സഭയിൽ കൂടുതൽ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വെളിച്ചം, കിഴക്കിൻ്റെ ഈ വെളിച്ചം, അത് ഇപ്പോഴും വലിയ തോതിൽ അജ്ഞാതമാണ് എന്ന് മാർപ്പാപ്പ പറയാം. എല്ലാവരും അറിയുന്നില്ല കിഴക്കിൻ്റെ ആ വലിയ മഹത്വം, ആ പ്രകാശം. ചില സ്ഥലങ്ങളിൽ വിശ്വാസം നിർജീവമാകുന്ന അപകടത്തിലാണ്. കാരണം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആവർത്തിച്ച് പ്രകടിപ്പിച്ച പ്രത്യാശ ഇനിയും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മനോഹരമായ ഒരു പ്രയോഗം ഞാനിവിടെ പറയുന്നു. അത് മാർപ്പാപ്പ എടുത്ത് ഉദ്ധരിച്ചതാണ്. 40 വർഷം മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, പൗരസ്ത്യ പാശ്ചാത്യ ശ്വാസകോശത്താൽ സഭ ഒരിക്കൽ കൂടി ശ്വസിക്കാൻ പഠിക്കണം. കർദിനാളന്മാരോട് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് മാർപ്പാപ്പ ഇത് പറഞ്ഞത്. 1955 ജൂൺ 28 അത് പറഞ്ഞത്. ഇത് മനോഹരമാണ്. സഭകൾ, പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭകളും ലാറ്റിൻ സഭകൾ മുഖ്യമായും, നിങ്ങൾക്കറിയാമല്ലോ, പൗരസ്ത്യ സഭകൾ, സുറിയാനി സഭകൾ, ഗ്രീക്ക് സഭകൾ, ഇതെല്ലാം വരും. അവിടെയെല്ലാം ഈ രണ്ട് സഭകളുടെയും നന്മ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ നന്മ നമ്മളിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞ 2 ശ്വാസകോശങ്ങൾ, പൗരസ്ത്യ പാശ്ചാത്യ ശ്വാസകോശങ്ങൾ, അവ ഒരിക്കൽ കൂടി ഒന്നിച്ച് ശ്വസിക്കാൻ പഠിക്കണം എന്നതാണ് ആവശ്യം. സ്നേഹിക്കപ്പെട്ടാൽ മാത്രമേ പൗരസ്ത്യ ക്രൈസ്തവർ സംരക്ഷിക്കപ്പെടൂ. അവരെ സ്നേഹിക്കണം, സഹായിക്കണം. അത് അറിഞ്ഞാൽ മാത്രമേ ഒന്നിനെ സ്നേഹിക്കാനാകൂ. ഈ ഒന്നിൻ്റെ മഹത്വം നമ്മൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴേ സ്നേഹം വരികയുള്ളൂ. അതിനാൽ അവരുടെ നിധികൾ പരിചയപ്പെടാൻ മജിസ്റ്റേറിയത്തിൻ്റെ വ്യക്തമായ ക്ഷണം നടപ്പിൽ വരുത്തേണ്ടത് ആവശ്യമാണ്. മാർപ്പാപ്പമാർ ശക്തമായി അത് പഠിപ്പിക്കുന്നു. അതെല്ലാ ജനങ്ങളിലേക്കും എത്തണം, അത് മനസ്സിലാക്കണം, അതിൻ്റെ മഹത്വം എന്നതാണ്. ഉദാഹരണത്തിന് പൗരസ്ത്യ സഭകളിലെ സെമിനാരികളിൽ, ദൈവശാസ്ത്ര ഫാക്കൽറ്റികളിൽ, കത്തോലിക്ക സർവകലാശാലകളിൽ അടിസ്ഥാന കോഴ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ, വിശുദ്ധനാണ് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. കത്തോലിക്ക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കോൺഗ്രിഗേഷൻ സർക്കുലർ ഇതെല്ലാം ഉണ്ട്. ഇന്ന് നമുക്ക് സഭ ഇത് ഔദ്യോഗികമായി പഠിപ്പിക്കുന്നുണ്ട്, പ്രബോധിപ്പിക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളണം. അങ്ങനെ ഒന്നിച്ച് നീങ്ങാൻ സാധിക്കട്ടെ എന്നതാണ് മാർപ്പാപ്പയുടെ ആശംസ. അപ്പോൾ റോക്കോ എന്ന് പറയുന്ന ഈ സഹായക ഏജൻസികൾ, അവരെ പണം കൊടുക്കുന്നത് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവരുടെ പാരമ്പര്യവും നിധിയും മഹത്തായ ആരാധനാക്രമങ്ങളും പഠിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്, മനസ്സിലാക്കണം എന്ന്. ആ തരത്തിൽ കൂടി വളരുമ്പോഴാണ് സഭയുടെ വളർച്ച പൂർണ്ണമാകുന്നത് എന്ന കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായി. നമുക്ക് മറ്റൊരു സന്ദേശവുമായി മാർപ്പാപ്പയുടേത് അടുത്ത എപ്പിസോഡിൽ കാണാനിടയാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു.